ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴ തോരും മുമ്പ് സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. 2-3 നല്ല ട്വിസ്റ്റ് സീനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ രോഹിത്ത് നമ്മുടെ ശരണ്യയുടെ വീട്ടിൽ അലീനയ്ക്കൊപ്പം പോയി ക്ഷമ പറയുന്ന സീനൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അലീന നെടുമ്പുരയ്ക്കൽ വീട് വിട്ട് ഇറങ്ങുമോ, അതോ വൈജയന്തി കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് നെടുമ്പുരയ്ക്കൽ എത്തുമോ, ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ എല്ലാവരും ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ അലീനയും ബാലചന്ദ്രനും തമ്മിൽ സംസാരിക്കാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ. മോളെ, നീ എടുത്ത തീരുമാനം നീ കുറേ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്, നീ ഈ വീട് വിട്ടു പോകുമെന്ന്. നീ ഒന്ന് ആലോചിച്ചോ, ഈ വീട് ഇന്ന് ഈ രീതിയിൽ എൻ്റെ മക്കളുടെ ജീവിതം, മക്കളുടെ ഭാവി ഇന്ന് ഈ രീതിയിൽ കോർത്തിണക്കിയത് നീ ഒറ്റ ഒരാളാണ്. അതെല്ലാം കളഞ്ഞിട്ട് നിനക്ക് പോകണമെന്നാണോ മോളെ നീ പറയുന്നത്? നീ ഇന്നലെ ഒക്കെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുവച്ചാന്ന്. ഒരിക്കലും ഞാൻ വൈജയന്തിനെ ചെന്ന് ഇങ്ങോട്ട് വിളിക്കാനുള്ള ഒരിത്, അത് കാരണം എന്ന് വെച്ചാൽ അത് അച്ഛൻ്റെ ഒരു വാശിയാണെന്ന് തന്നെ നീ കൂട്ടിക്കോളൂ. അവളെ തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് തിരിച്ച് വരിക എന്നുള്ളത് അത് അവളുടെ ഇഷ്ടം. പക്ഷെ ചെന്ന് ഞാൻ വിളിക്കുക എന്നുള്ളതും അതൊന്നും എന്നെക്കൊണ്ട് പറ്റണ കാര്യമല്ല. അപ്പോൾ നിനക്ക് നിൻ്റേതായിട്ടുള്ള തീരുമാനമുണ്ട്, നീ അത് തീരുമാനിച്ചെടുക്കുക. എന്തായാലും അലീന പറഞ്ഞു, എന്തായാലും വരട്ടെ, ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പിന്നെ പറയുന്നത്, നമ്മുടെ അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഇന്ന് ശരണ്യയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ രോഹിത്തിനെയും കൂടെ കൊണ്ടുപോകണം. അതെന്തിനാ മോളെ നീ ഇന്നിപ്പോൾ അങ്ങോട്ട് പോകണത്? അതുപോലെ രോഹിത്തിനെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? അച്ഛാ, അവൻ്റെ മനസ്സുകൊണ്ട് അവൻ ശരണ്യയുടെ കൂടെ ഒരു മാപ്പ് പറയണം. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം എൻ്റെ കൂടെ വരട്ടെ, അവൻ ആ ഒരു ക്ഷമ പറഞ്ഞ് അവൻ്റെ മനസ്സിന് ആ ഒരു കുറ്റബോധവും ആ ഒരു ഇതൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ എന്ന് പറഞ്ഞു. അവർ നമ്മളെ വീട്ടിൽ വന്നേലേ, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ബന്ധത്തിനൊരു ഉറപ്പും കാര്യങ്ങളൊക്കെ വരും. അത് വേണോ മോളെ? കാരണം നീ ചെല്ലുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ശരണ്യയുടെ വീട്ടിലോട്ട് രോഹിത്ത് പോകുമ്പോൾ അത് പ്രഭാകരനും അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ? ഇനി അതെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാലോ? അപ്പോൾ അലീന പറഞ്ഞു, അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ അവനെ കൊണ്ടുപോകുന്നത് ഒരു പോറൽ പോലും ഇല്ലാണ്ട് തിരിച്ച് അവനെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ കൊണ്ടുവരാൻ എനിക്കറിയാം. എന്തായാലും നീയല്ലേ പോകുന്നത്, എന്തായാലും ആയിക്കോട്ടെ, ഇനി ഞാൻ എതിരായിട്ടൊന്നും പറയണില്ല, നീ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയും. അങ്ങനെ നമ്മുടെ അലീന നേരെ രോഹിത്തിൻ്റെ റൂമിലോട്ട് ചെന്നിട്ട്, ഞാനിങ്ങനെ ശരണ്യയുടെ വീട്ടിലോട്ട് പോവുകയാണ്, നീ എൻ്റെയോടൊപ്പം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വന്നാൽ ശരിയാവുമോ അലീന ചേച്ചി, അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്നിങ്ങനെ രോഹിത്ത് ചോദിച്ചു. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, അവരിവിടെ വന്നപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവരെ സൽക്കരിക്കുകയും ഒക്കെ ചെയ്തല്ലേ, അപ്പോൾ എന്തായാലും ആ ഒരിത് നമുക്ക് തരും എന്ന് പറഞ്ഞു. അലീന ചേച്ചിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്കും കുഴപ്പമില്ല. അതുപോലെ എനിക്ക് ശരണ്യയുടെ അടുത്ത് ഒന്ന് മനസ്സ് തുറന്നൊരു മാപ്പ് പറയണം എന്നുള്ളത് അലീന മനസ്സിൽ ആഗ്രഹിച്ചെങ്കിലും രോഹിത്തിൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകാനായിട്ടൊക്കെ തയ്യാറായപ്പം കൃഷ്ണമോൾ വന്നു. അതെ, ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന പറഞ്ഞു, മോളെ പിന്നെ കൊണ്ടുപോവാം, ശരണ്യയുടെ വീട്ടിൽ ഒരു ദിവസം കൊണ്ടുപോകാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അലീന അവളെ പതപ്പിച്ച് നിർത്തി. അപ്പം നമ്മുടെ കൃഷ്ണമോൾ പറഞ്ഞു, അല്ലെങ്കിലും എൻ്റെ അടുത്ത് ഇപ്പോൾ അലീന ചേച്ചിക്ക് പണ്ടത്തെ ഒരു സ്നേഹവും ഇല്ല. എനിക്കറിയാം, പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നപ്പോൾ അങ്ങനെയൊക്കെയാണെന്നറിയാം. അങ്ങനെ അലീന പറഞ്ഞു, പരിഭവമൊന്നും വെക്കണ്ട, എന്തായാലും ഇത് ഞങ്ങൾ പോയി വന്നിട്ട് മോളെ ഒരു ദിവസം കൊണ്ടുപോകാമെന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങണു, ഒരു ഓട്ടോയിലോട്ട് ചെന്നിറങ്ങുമ്പോഴേക്കും അവിടെ ആദ്യം നിൽക്കുന്നത് നമ്മുടെ ആ ശരണ്യയുടെ മൂത്ത ആങ്ങളെയാണ്. അപ്പോൾ അലീന വന്ന് പൈസ കൊടുത്ത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും രോഹിത്ത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. രോഹിത്തിനെ കണ്ടപ്പോഴേക്കും അവൻ്റെ മുഖം അങ്ങ് മാറുകയാണ്, ഇവനെന്തിനാ കൊണ്ടുവന്നതെന്ന രീതിയിൽ. അപ്പോഴേക്കും പ്രഭാകരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അതെ ആ അലീന പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ അവനെയും കൂടെ കൊണ്ടുവരുന്നു, ആ രോഹിത്തിനെയും കൂടെ. പ്രഭാകരൻ്റെ മുഖം അങ്ങ് മാറി. അപ്പോഴേക്കും നമ്മുടെ ശരണ്യയുടെ അമ്മയൊക്കെ ഓടി ചെന്നിട്ടോ. കാരണം അവരെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്നപ്പോൾ എത്രത്തോളം വിനയത്തോടും റെസ്പെക്റ്റോടും കൂടെയാണ് അവരൊക്കെ സ്വീകരിച്ചത്. ആ ഒരു ഇത് മനസ്സിലുള്ളതുകൊണ്ട് അവർ ഓടി ചെല്ലുകയാണ്. അങ്ങനെ അലീനയെ കണ്ടതും നമ്മുടെ ശരണ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശരണ്യയുടെ മൂത്ത ചേട്ടൻ ബ്രദർ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ യവനെ എന്തിനാ നീ കൂടെ വന്നപ്പോൾ കൊണ്ടുവന്നത്, ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനാണോ എന്നൊക്കെ ഒന്ന് ചൂടായി ചോദിക്കുകയാണ്. നീ എന്തിനാ ഇവനെ കൊണ്ടുവന്നത്? അപ്പോൾ ശരണ്യ പറഞ്ഞു, അതെ അവന് ശരണ്യനെ ഒന്ന് കണ്ട് മാപ്പ് പറയണം എന്നുള്ള ഒരു ഇത് അവൻ്റെ ഒരു മനസ്സിലുണ്ട്, അതിലേക്ക് വേണ്ടി വന്നതാണെന്ന് പറയും. അങ്ങനെ എന്നുവെച്ചാൽ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, ആർക്ക് പ്രഭാകരനും മോനൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല.
അങ്ങനെ അതേസമയം നമ്മുടെ അലീന പിന്നെ കണ്ടത് ശരണ്യ ഓടി വന്ന് കെട്ടിപ്പിടിക്കണു. അത് കഴിഞ്ഞാണ് രോഹിത്തിനെ കാണുന്നത്. അങ്ങനെ അവസാനം പിന്നെ ശരണ്യയുടെ അമ്മ രോഹിത്തിനെ അലീനയൊക്കെ അകത്ത് കയറി വരാൻ പറയണു, ഇരിക്കണു. അവസാനം നമ്മുടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രോഹിത്ത് ശരണ്യയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയും, കൈ പിടിച്ചിട്ട് പറയും, എന്നോട് പൊറുക്കണം, നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം, ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എനിക്ക് എത്രത്തോളം ഉണ്ടെന്നറിയാം. അപ്പോൾ ശരണ്യ പറഞ്ഞു, രോഹിയേട്ടൻ എന്തിനാ എന്നോട് മാപ്പ് പറയണേ? അന്ന് രോഹിയേട്ടൻ ഒരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ മാപ്പ്? അങ്ങനെയല്ല, എൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ എനിക്ക് നിന്നോട് മാപ്പ് പറയണം. കാരണം ഞാൻ അന്ന് അവിടെ വരാൻ പാടില്ലായിരുന്നു. അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ പ്രഭാകരനും ശരണ്യയുടെ അമ്മയ്ക്കൊക്കെ ഒരു മനസ്സലിവ് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം മനസ്സറിഞ്ഞ് രോഹിത്ത് ഒരു മാപ്പ് പറഞ്ഞതാണ്. അപ്പോൾ ശരണ്യ നമ്മുടെ അലീനയ്ക്കും മനസ്സുകൊണ്ടൊരു സന്തോഷമാവുകയാണ്. കാരണം എൻ്റെ അനുജൻ ജീവിതത്തിൽ അവൻ്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവരുത്. ആ മനസ്സിലുള്ള ആ ഒരു ക്ഷമ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ തെറ്റിനൊരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ മനസാക്ഷിയുടെ മുന്നിൽ നമുക്കത് കാണിക്കാമല്ലോ. അങ്ങനെ ശരണ്യയുടെ അടുത്ത് മാപ്പ് പറയാണ് നമ്മുടെ രോഹിത്ത്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശരണ്യയുടെ അനിയനായ കാളിദാസനെ പറഞ്ഞു വിട്ട് ശരണ്യയുടെ അമ്മ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. കാരണം നെടുമ്പുരയ്ക്കൽ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് അമ്മാതിരി സ്വീകരണം അല്ലായിരുന്നു അവരൊക്കെ കൊടുത്തത്. അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ട് വരണം. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അവർ തിരിച്ചു പോരുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിൽ നമ്മുടെ സൗദാമിനി അമ്മ നമ്മുടെ വൈജയന്തിനെ കാണുമ്പോൾ, അല്ല നമ്മുടെ പിള്ളേരൊന്നും ഇപ്പം അനക്കവും ബഹളമൊന്നും ഇല്ലല്ലോ, എല്ലാവരും പോയോ? അപ്പോൾ പറഞ്ഞു, എല്ലാണോ പോയിട്ടുണ്ട്, നെടുമ്പുരയ്ക്കലോട്ട് പോയിട്ടുണ്ട്. അല്ല അപ്പം നീ പോയില്ലേ വൈജയ എന്ന് ചോദിച്ചു. ഞാനെന്തിനു പോകണം? ഒരുമ്പെട്ടവൾ ആ വീട്ടിലുള്ളപ്പം ഈ വൈജയ ചെന്ന് പട്ടിയെപ്പോലെ അവിടെ കിടക്കാനോ? അതാണോ അമ്മയ്ക്ക് ആഗ്രഹം? വൈജയെ, നീ ആരോടാ ഈ മത്സരിക്കണേ? നിൻ്റെ കുടുംബത്തിനോടോ, നിൻ്റെ ഭർത്താവിനോടോ, നിൻ്റെ മക്കളോടോ? അമ്മയുടെ ഉപദേശത്തിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ ഉപദേശിക്കേണ്ട ആരും എന്ന രീതിയിൽ വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയണേ. അപ്പോൾ നമ്മുടെ സൗദാമിനി അമ്മ പറഞ്ഞു, നിന്നോട് എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്നറിയാം, പക്ഷെ നീ ഒരു സമയത്ത് നീ മനസ്സിലാക്കും നീ ആരോടാണ് എതിർക്കണത്, അല്ലെങ്കിൽ നീ ആരെ കൂടെ ഈ മത്സരിക്കണത്. നീ നിൻ്റെ ജീവിതത്തിനോട് തന്നെ നീ തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിനക്ക് കാലം തെളിയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സൗദാമിനി അമ്മയുടെ സംസാരം അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ശിവനുൾപ്പെടെ എല്ലാവരും ഈ ഉപദേശമാണല്ലോ. അപ്പോൾ അമ്മയുടെയും കൂടെ ഒരു ഉപദേശം കിട്ടാത്തതിൻ്റെ കുറവേ ഉള്ളൂ എന്ന രീതിയിൽ സൗദാമിനി അമ്മ അങ്ങനെ ഉപദേശിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബബിതയും പിന്നെ രോഹിത്തും കൃഷ്ണമോളും എല്ലാവരും കൂടെ ഇരുന്ന് ഗൂഢാലോചന നടത്തിയാണ്. അതായത് അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോകാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അലീന ചേച്ചി പോകാണ്ട് ഈ പ്രശ്നം അമ്മ വരെയും വേണം, എന്നാൽ അലീന ചേച്ചി പോകാനും പാടില്ല. ആ രീതിയിൽ എങ്ങനെ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും എന്നതൊക്കെ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കറിയില്ല. ആകെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ശരി നമുക്ക് അലീന ചേച്ചിയെ വിടാതിരിക്കാൻ നോക്കണം, നമ്മുടെ അമ്മയും നമ്മുടെ ഒപ്പം വേണം, അച്ഛൻ്റെ അടുത്ത് നമുക്കൊന്ന് സംസാരിച്ച് നോക്കിയാലോ. അപ്പം കൃഷ്ണമോള് പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അച്ഛൻ്റെ വാശിക്ക് അപ്പുറത്തായിട്ട് അച്ഛനൊന്നും ചെയ്യില്ല, അമ്മയുടേതായിട്ടുള്ള വാശി. അപ്പോൾ ഇതിൽ നമ്മളാണ് നടുക്ക് പെണ്ണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, രോഹിത്തും നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം, അച്ഛൻ്റെ നിലപാടും കാര്യങ്ങളൊക്കെ എന്താണ്. ഒരു പക്ഷേ അച്ഛൻ അമ്മയെ വിളിക്കുകയാണ്, നെടുമ്പുരയ്ക്കലോട്ട് നീ വാ വൈജയെന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ അമ്മ വരികയാണെങ്കിലോ, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ മൂന്നുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ വൈജിയല്ലേ, വരുമോ? ഒരു ചാൻസും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമുക്ക് നാളത്തെ പ്രൊമോയിൽ വരുന്നത്. ഞാൻ എന്തായാലും രാവിലെ ഫുൾ വിശേഷം ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.